സഭാ മൽപ്പാൻ ജേക്കബ് തെക്കേപ്പറമ്പിൽ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അധികം സംസാരിക്കുന്നയാളല്ല. സുറിയാനി ഭാഷ പഠിക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുന്ന ഒരു ശൈലിയാണ് എൻ്റേത്. 1985 കോട്ടയത്ത് സുറിയാനി പഠന ഗവേഷണ കേന്ദ്രം തിരുവല്ല രൂപതയുടെ വകയായി സിറി സെൻ്റ് എഫ്രൈം എക്യുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നാമത്തിൽ സ്ഥാപിതമായി എല്ലാ സുറിയാനി സഭകളിലെയും സഭാപിതാക്കന്മാരുടെ സാന്നിധ്യവും ആശീർവാദവും ആ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം മാർത്തോമായുടെ മക്കളാണ്. സുറിയാനി ഭാഷയാണ് വാസ്തവത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആദ്യം പഠിച്ച ഭാഷ. ലത്തീൻ പഠിക്കുന്നതിന് മുമ്പ്, ഇംഗ്ലീഷ് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ആദ്യം പഠിച്ച ഭാഷ സുറിയാനി. സുറിയാനി മാർത്തോമായുടെ ഭാഷയാണ്. ഈ ഭാഷ പഠിക്കുന്നതിനും അത് വഴി നമ്മുടെ നാടിനും നമ്മുടെ ഭാഷയ്ക്കും സേവനം ചെയ്യുന്നതിനും ഒരു കടമയുണ്ട്. പല രാജ്യങ്ങളിലും സുറിയാനി പഠിക്കുന്ന ധാരാളം യുവാക്കന്മാരും യുവതികളും. ഞാൻ ഫ്രാൻസിലാണ് പഠിച്ചത്. അവിടെയുള്ള യുവാക്കന്മാരും യുവതികളും എല്ലാം സുറിയാനി പഠിക്കുന്നു. കാരണം സുറിയാനി പഠിച്ച് സുറിയാനി പൈതൃകം അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു വിവർത്തന സാഹിത്യം കൊണ്ട് അവരുടെ ഭാഷയെ പരിപോഷിപ്പിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ സുറിയാനി പഠിച്ച് വിവർത്തന സാഹിത്യമുണ്ട് എന്ന് പറഞ്ഞാൽ സുറിയാനിയിൽ നിന്നുള്ള ഈ സാഹിത്യകൃതികൾ മാറപ്രേമിൻ്റെ ജേക്കബോ സാവു, അതുപോലെ തന്നെ നർസായി, ഇങ്ങനെ ധാരാളം പിതാക്കന്മാരുണ്ട്. അത് പഠിച്ച് മലയാളത്തെ സമ്പുഷ്ടമാക്കുവാൻ, മലയാള പദ്യങ്ങളെ സമ്പുഷ്ടമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. അതിന് ഞാൻ നിങ്ങളെല്ലാം ആഹ്വാനം ചെയ്യും. സുറിയാനി പഠനവുമായി ബന്ധപ്പെട്ടാണ് ഈ സദസ്സിൽ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലച്ഛൻ അവിടെ വന്ന് MAക്ക് ചേർന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഹിന്ദി അധ്യാപകനായിട്ട് പോകേണ്ടി വന്നുകൊണ്ട് അച്ഛൻ സുറിയാനി പഠനം അവിടെ നിർത്തി. എങ്കിൽ തന്നെയും സുറിയാനി ഭാഷയിൽ കുർബാന ചെല്ലുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഒരു നഗ്ന സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾ അച്ഛന്മാർ 10 കൊല്ലം, 12 കൊല്ലം, 14 കൊല്ലമൊക്കെ പഠിക്കുന്നു. സുറിയാനി സഭയിലെ അച്ഛന്മാർ അതിനോട് നിങ്ങൾ ചോദിക്കണം, ഓശോ പുൽസ്ബാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ആശാവ പുൽസ്ബാൻ കന്തീഷ അലാഹ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ചോദിച്ചാൽ പലപ്പോഴും അവർ വേണ്ട വിധത്തിൽ പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു നഗ്ന സത്യം നമുക്ക് മനസ്സിലാക്കാം. ഈ അടുത്ത നാളിൽ വടവാതിൽ സെമിനാരിയിൽ ഞാൻ ചാപ്പലിൽ പോയി. ഇവിടെ മനോഹരമായിട്ടൊരു ഐക്കണുണ്ട്. ആ ഐക്കണിൽ ബൈബിളിലെ ഒരു കൊട്ടേഷനുണ്ട്, സുറിയാനി. അന്നേരം ഒരു മൂന്നാമത്തെ കൊല്ലം തിയോളജി പഠിക്കുന്ന ഒരു ഷിമാശനോട് വന്നു. ഞാൻ ഷിമാശനോട് ചോദിച്ചു അതൊന്ന് വായിക്കാവുന്നു. പിന്നെ ഷിമാശൻ പറഞ്ഞത് വായിക്കാൻ പറ്റില്ല, സുറിയാനി പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വായിക്കാൻ പറ്റും. അപ്പം ഈ അവസ്ഥയിലാണ് നമ്മളുടെ ഫോർമുലേഷൻ പോകുന്നത്. അതുകൊണ്ട് അച്ഛന്മാരും അടിമേനികളും മാർത്തോമായിട്ടുള്ള നമ്മുടെ ആഭിമുഖ്യം നിലനിർത്തണമെങ്കിൽ മാർത്തോമായുടെ ഭാഷയിൽ പഠിക്കണം. മനോഹരമായിട്ടുള്ള പദ്യങ്ങളുണ്ട്, മനോഹരമായിട്ടുള്ള വിവർത്തന സാഹിത്യം യോഗ്യമായിട്ടുള്ള കൃതികളുണ്ട്. അത് പഠിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ